ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതാ ഒരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് രണ്ട് സൈഡിലോട്ടും ഒരേ മെഷർമെൻറ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിനെ ഇതേപോലെ വരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ റമദാൻ തീമിലുള്ളൊരു വർക്കാണ് ചെയ്യാൻ പോകുന്നത്. അത്ര ഭംഗിയായിട്ടൊന്നുമില്ല, എന്നാലും എനിക്കറിയുന്ന പോലെയൊക്കെ ഞാൻ വരയ്ക്കുകയാണ് കേട്ടോ. ഇഷ്ടമായെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് കാലിഗ്രാഫി ട്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കാലിഗ്രാഫി മാത്രമായിട്ട് ചെയ്യേണ്ടെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മോസ്കിൻ്റെയും ഇതിൻ്റെയൊക്കെ ഉണ്ടല്ലോ ആ ഒരു പിക്ചറും കൂടെ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കാലിഗ്രാഫിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അറബിക്ക് എഴുതാനും അതിനൊന്നും അറിയില്ല കേട്ടോ, ചെറുതായിട്ട് മാത്രമേ അറിയുള്ളൂ. മോനെ പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് കുറച്ച് എഴുതാറിയും. പക്ഷേ കാലിഗ്രാഫി ഭയങ്കര പാടാണ് കേട്ടോ. പിന്നെ ഇതേപോലെയൊക്കെ വരച്ചു കൊടുത്തു കേട്ടോ. നമ്മുടെ ഇതുണ്ടല്ലോ അതിൻ്റെ ഒരു പിക്ചറാണ് കേട്ടോ നമ്മൾ വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ മെഷർമെൻറ്റ് എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്, കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ മെഷർമെൻറ്റ് എടുത്തിട്ട് രണ്ട് സൈഡിലോട്ടും ഇതേപോലെ ഈക്വലായിട്ട് വരച്ചു. പിന്നെ ഇവിടെ ഇതേപോലെ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മെഷർമെൻറ്റ് സെയിം മെഷർമെൻറ്റ് തന്നെ ഇപ്പുറത്ത് മാർക്ക് ചെയ്തിട്ട് അതും അതേപോലെ മാർക്ക് ചെയ്തു. പിന്നെ മിനാറൊക്കെ വരച്ച് കൊടുക്കുകയാണ്. മിനാർ തന്നെയല്ലേ ഇതിനെ തോന്നുന്നു. അതിനുശേഷം ഇതൊക്കെ ഇങ്ങനെ സ്കെയിൽ വെച്ച് ചെറുതായിട്ട് ലെങ്ത്തും കേഴ്സും മാത്രമേ നമ്മൾ ഫ്രീ ആയിട്ട് വരയ്ക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇതേപോലെ വരയ്ക്കാൻ കേട്ടോ. അപ്പോൾ സ്കെയിൽ വെച്ച് ഇത് വരച്ചു. പിന്നെ ഒരു ചെറുത് വരച്ചു, പിന്നെ ഒരു വലുത് വരച്ചു കേട്ടോ. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു പിക്ചർ ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മളിത് വരച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് തെറ്റുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അതിനുശേഷം അല്ല എന്നുള്ളൊരു കാലിഗ്രാഫി കണ്ടു, അപ്പോൾ അതാണ് എഴുതി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കാലിഗ്രാഫി ആകുമ്പോൾ അത്ര ഭംഗിയിലൊന്നും കാലിഗ്രാഫി ചെയ്തറിയില്ല. ജസ്റ്റ് ആ ഒരു അറബിക് വേർഡ് നമ്മുടെ സാധാരണ ഫോണ്ടിൽ മാത്രം ജസ്റ്റ് എഴുതാൻ ചെറുതായിട്ട് അറിയുള്ളൂ. കണ്ടു കഴിഞ്ഞാൽ മാത്രം എഴുതാൻ അങ്ങനെയൊക്കെ ഇതാവുള്ളൂ കേട്ടോ. അതും വലിയ അറിവൊന്നുമില്ല കേട്ടോ. മോനെ പഠിപ്പിക്കുമ്പോൾ കണ്ടിട്ട് കുറച്ച് ലെറ്റേഴ്സ് മാത്രം ജസ്റ്റ് ഒന്ന് കാണിക്കാൻ അറിയുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കാര്യമായിട്ടൊന്നും എഴുതാനൊന്നും അറിയില്ല. ഈ ഒരു ലെറ്റർ ഉണ്ടല്ലോ, ഇതല്ല നമ്മൾ ഇനി എഴുതാൻ പോകുന്ന ഈ ഒരു ലെറ്റർ മാത്രം എപ്പോൾ ചോദിച്ചാലും തനിച്ച് എഴുതാൻ കിട്ടും കേട്ടോ. അതായത് ആലിഫ് എന്നാണ് പഠിച്ചു വെച്ചിട്ടുണ്ട്, ഫസ്റ്റ് ലെറ്റർ ആണെന്ന് പഠിച്ചു വെച്ചാൽ അത് പെട്ടെന്ന് എഴുതാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ആദ്യം തന്നെ പെൻസിൽ വെച്ചിട്ട് വരച്ചിട്ട് ഡബിൾ ലൈൻ പോലെ കൊടുത്തിട്ടാണ് നമ്മൾ കാലിഗ്രാഫി ചെയ്യുന്നത്. ഇനി ഡോട്ട് മണ്ടാലയാണ് കേട്ടോ ചെയ്യുന്നത്, നമ്മൾ കാലിഗ്രാഫിയിൽ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം പെൻസിൽ വെച്ചിട്ട് ചെറിയ ഡോട്ടുകൾ എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ചെറിയ ഡോട്ടുകൾ വെച്ചു കേട്ടോ. പെൻസിലിൻ്റെ നിബ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റാർട്ടിങ് പോയിന്റുകളിലെല്ലാത്തിലും നമ്മൾ ചെറിയ ഡോട്ടുകളാണ് ഇട്ട് കൊടുത്തത്. ഓക്കെ. അപ്പോൾ അതിനുശേഷം നമ്മൾ കുറച്ച് വലിയ ഡോട്ട് ഇടുകയാണ്. അതായത് നമ്മുടെ പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. മണ്ടാല ടൂൾ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ സർക്കിൾ പോലെ വരുന്നുണ്ടല്ലോ, അവിടെ നമ്മൾ ഏറ്റവും ചെറിയ ഡോട്ടാണ് ഇടുന്നത് കേട്ടോ. ഏറ്റവും 000 പോയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ നമ്മൾ ഡോട്ടുകൾ കുറച്ച് വലുതാക്കിയും ചെറുതാക്കിയൊക്കെ ഇടുന്നുണ്ട്, ഇടയിലൊന്ന് വലുതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡും ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് വലിയ ഡോട്ട് എടുത്തിട്ട് നേരത്തെ എടുത്ത പെയിൻറ്റ് ബ്രഷിനേക്കാളും കുറച്ചുകൂടെ വലിയ പെയിൻറ്റ് ബ്രഷ് എടുത്തിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടല്ലോ അതിനെ നമ്മൾ ഫിനിഷ് ചെയ്യുന്നത് കേട്ടോ. ഫുള്ളായിട്ട് ഇതേപോലെ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതേപോലെ ഡോട്ടുകൾ ചെറുതിൽ നിന്ന് വലുതോട്ടിലാണ് കേട്ടോ അതിൽ ചെയ്ത് കണ്ടത്. അപ്പോൾ അങ്ങനെ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. പിന്നെ ഇതേപോലെ മുകളിൽ ആ ഒരു നേരത്തെ ഇട്ട ഡോട്ടിനേക്കാളും കുറച്ച് വലിയ ഡോട്ട്, പിന്നെ വന്നിട്ട് കുറച്ചും കൂടിയും വലിയ ഡോട്ടാണ് കേട്ടോ ഇടുന്നത്. ഓക്കെ. ഇതേപോലെ ഇടുന്നുണ്ട്. പിന്നെ ഏറ്റവും ചെറിയ ഡോട്ട് പിന്നെ നമ്മൾ ആ സെക്കൻഡായിട്ട് യൂസ് ചെയ്ത ഡോട്ട് ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു ഡിസൈൻ കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ കൊടുക്കുകയാണ്. മൂണിൽ കണ്ടോ ആദ്യം യൂസ് ചെയ്ത പെയിൻറ്റ് ബ്രഷ് ഉണ്ടല്ലോ അതിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഉള്ളിൽ ചെയ്ത് കൊടുക്കുക. കോർണേഴ്സൊക്കെ ചെറുതായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഫുള്ളായിട്ട് നമ്മൾ ആ മൂണിൻ്റെ ഷേപ്പിലോട്ട് ഏറ്റവും ചെറിയ പെയിൻറ്റ് ബ്രഷ് എടുത്തിട്ട് ഡോട്ട് ഇട്ടിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു മൂണിൻ്റെ ഷേപ്പ് എന്നാലൊക്കെ ഏകദേശം വരുന്നുള്ളൂ. ഏകദേശം മൂണിൻ്റെ ഷേപ്പ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വരച്ചു കൊടുത്ത ഈ കാലിഗ്രാഫിയും കൂടെ നമ്മൾ ഡോട്ട് ഇട്ടിട്ട് ഫില്ല് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ ലെറ്റേഴ്സ് ഉണ്ടല്ലോ അത് രണ്ടും മുകളിലിരിക്കുന്നത് നമ്മൾ ചെറിയ ഡോട്ടുകൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ വലിയ ഡോട്ട് ആണ് ആലിഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെറ്റർ ചെയ്യുന്നത് കേട്ടോ. ഈ ലെറ്ററിന് മാത്രം പേര് എനിക്കധികം അറിയുള്ളൂ കേട്ടോ. ബാക്കിയുള്ള ലെറ്റേഴ്സിനൊന്നും പേരുകളൊക്കെ കൺഫ്യൂഷനാവും, തെറ്റിപ്പോവും. അധികമൊന്നും പഠിച്ചിട്ടൊന്നുമില്ല, അറിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ചെയ്യേണ്ടത്. പിന്നെ രണ്ട് സൈഡിലും നമ്മൾ ചെറിയ ഡോട്ടുകൾ ഇട്ടിട്ട് അതിനെ കംപ്ലീറ്റ് ചെയ്യും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഡോട്ട് മാത്രം മതിയെങ്കിൽ വലിയ ഡോട്ട് മാത്രം മതിയോ എന്നൊക്കെ നോക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ആദ്യം വലുത് മാത്രം ഇട്ടപ്പോൾ ഭംഗി തോന്നിയില്ല, അതുകൊണ്ടാണ് നമ്മൾ ചെറുതും കൂടി ഇട്ട് കേട്ടോ. പിന്നെ കുറച്ചും കൂടെ വലിയ ഡോട്ട്സാണ് നമ്മൾ ഈ കേവ് വരുന്ന ഭാഗങ്ങളിലൊക്കെ കൊടുക്കുന്നത് കേട്ടോ. ചെറുത് കാണുമ്പോൾ അത്ര ഭംഗിയായിട്ട് വരുന്നില്ല. അതൊക്കെ ഉണ്ടോ ഈ പോലെ ഇരിക്കുന്ന ഷേപ്പുകളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ നമ്മൾ
വലിയ വലിയ ഡോട്ടുകളാണ് കൊടുത്തത്, പിന്നെ ചെറുത് കൊടുത്തു കേട്ടോ. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരെ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമുക്ക് ഒരു സപ്പോർട്ട് കേട്ടോ, അപ്പോൾ ആരും മറക്കരുതേ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സൈഡ് ഭാഗങ്ങൾ ഏറ്റവും ചെറിയ പെയിൻറ്റ് ബ്രഷ് എടുത്തിട്ട് നമ്മൾ ലൈനിന് പകരമായിട്ട് ചെറിയ ചെറിയ ഡോട്ടുകൾ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ എല്ലാതും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് അല്ല എന്ന് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ലെറ്ററാണ് കേട്ടോ. ഇത് അല്ല എന്ന് തന്നെയാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. കറക്റ്റായിട്ട് എന്താണെന്ന് എഴുതാനൊന്നും അറിയില്ല കേട്ടോ. എനിക്ക് വായിക്കാനും അറിയില്ല അറബിക്കൊന്നും. അപ്പോൾ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ലെറ്ററാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളറുകളും ഒക്കെ കൊടുത്ത് നമ്മൾ ഫ്രെയിമൊക്കെ ചെയ്ത് വെച്ചാൽ നല്ല ലുക്കായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.